അഷ്ടമസ്കന്ധം ദശകം 26 ഗജേന്ദ്രമോക്ഷം ശ്ലോകം 1 വായിച്ചു. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഗണ്ഡാധിരാജ തുൽബത്താത്മാ ചന്ദനാദ്രോകദാചേത് തുൽസേവായാമഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഗജേന്ദ്രമോക്ഷം ഭാഗവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗജേന്ദ്രമോക്ഷം. അതിലൂടെ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഭട്ടതിരിപ്പാട് അതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എന്താ പറയുന്നത്? ത്വദ്ഭക്താത്മാ ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഗണ്ഡാധിരാജ, അങ്ങയുടെ ഭക്തനായ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നൻ കഥാചിത് ചന്ദനാദൃതസേവായാം മഗ്ധധി, ഒരിക്കൽ മലയപർവ്വതത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ ആദിത്യകാമം പ്രാപ്തം അഗസ്ത്യം ന ആലുലോകേ ഏവ, അതിഥി സൽക്കാരം ആഗ്രഹിച്ചു വന്ന അഗസ്ത്യ മഹർഷി തൻ്റെ സമീപത്തെത്തിയ കാര്യം അറിഞ്ഞില്ല. ഈ രാജാവിൻ്റെ പ്രത്യേക ഗുണങ്ങൾ പറയുന്നുണ്ട്. പ്രജാക്ഷേമ തൽപരനാണ്, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ്. അങ്ങനെയുള്ള പാണ്ഡ്യ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രദ്യുമ്നൻ എന്നാണ്. ഒരിക്കൽ അദ്ദേഹം മലയപർവ്വതത്തിൽ, മലയപർവ്വതം നമ്മുടെ പശ്ചിമഘട്ട നിരകളെയാണ്, ഈ പർവ്വത നിരകളെയാണ് മലയപർവ്വതം എന്ന് പറയുന്നത്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടിയാണത്. ആ സന്ദർഭത്തിൽ അഗസ്ത്യ മഹർഷി രാജാവിനെ കാണാനും അദ്ദേഹത്തിൻ്റെ അതിഥി സൽക്കാരം ഏറ്റുവാങ്ങുവാനുമുള്ള ആഗ്രഹത്താൽ രാജാവിൻ്റെ സമീപത്ത് ചെന്നു. അദ്ദേഹം ധ്യാനനിമഗ്നനാണ് രാജാവ്. പക്ഷെ എങ്കിലും ഒന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിച്ച് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അഗസ്ത്യ മഹർഷിയും അതുപോലെ മലയപർവ്വതത്തിൻ്റെ ആ സാമീപ്യത്തിലാണ് ആശ്രമമൊക്കെ നിർമ്മിച്ച് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്നു. അപ്പോൾ ധ്യാനത്തിലിരിക്കുകയാണല്ലോ. ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം അംഗങ്ങളെയും ഉള്ളിലോട്ട് ഇന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ ഉൾവലിച്ചുകൊണ്ട് ആ മനസ്സിനെ നിയന്ത്രിച്ച് ധാരണാവസ്ഥയിലെത്തി ആ സമാധിയിലായിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ പുറം ലോകവുമായിട്ടും യാതൊരു ബന്ധം ആ സമയത്തുണ്ടാവില്ല. ഇവിടെ അഗസ്ത്യ മഹർഷി വന്ന് അവിടെ നിൽക്കുന്നത് പോലും അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്ത ആ രീതിയിലുള്ള ധ്യാനത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അടുത്തത് ശ്ലോകം 2. കുംഭോദ്ഭൂതി സംവൃത ക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശക്ത്വാ ദൈനം പ്രത്യഗാത്സോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്പ്രതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഭൂത ക്രോധഭാര, തന്നെ ശ്രദ്ധിക്കാത്തതിൽ തന്നോട് അനാദരം പ്രകടിപ്പിച്ചതാണെന്ന് ധരിച്ച് കോപിഷ്ഠനായ അഗസ്ത്യ മഹർഷി തബ്ധാത്മത്വം ഹസ്തിഭൂയം ഭജ ഇതിദം ശപ്ത്വാ അധ പ്രത്യഗാത്, സ്തംഭിച്ചിരിക്കുന്ന നീ ഒരു ആനയായി മാറട്ടെ എന്ന് ശപിച്ചതിന് ശേഷം മടങ്ങിപ്പോയി. സഹ അഭി ത്വത് സ്മൃതി വ്യക്തിധന്യം അസ്ഥീന്ദ്രത്വം ലേഭേ, ഇന്ദ്രദ്യുമ്ന മഹാരാജാവാകട്ടെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നത് മൂലം തനിക്ക് ഗജരൂപം ലഭിച്ചിട്ടും ധന്യനായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണത്. ധ്യാനത്തിലിരിക്കുകയാണ്. പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ ഒരു ആനന്ദാവസ്ഥയിൽ ഇരിക്കുന്ന ഘട്ടം, അതായത് പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അവസ്ഥയെ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന അഗസ്ത്യ മഹർഷി ആണ് എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. അദ്ദേഹം കാണുന്നേ ഇല്ല, കേൾക്കുന്നേ ഇല്ല, ഒന്നുമില്ല അവിടെ. പക്ഷേ അഗസ്ത്യ മഹർഷിക്ക് രാജാവ് തൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാതെ ധ്യാനം തുടരുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം മഹാനാണ് അഗസ്ത്യ മഹർഷി. അപ്പോൾ തൻ്റെ സാന്നിധ്യം രാജാവിൻ്റെ അടുത്ത്, സാധാരണ അങ്ങനെ രാജാവിൻ്റെ അടുത്തേക്ക് മഹർഷിമാർ പോകാറില്ല, പക്ഷെ ഇവിടെ അഗസ്ത്യ മഹർഷി എന്തോ ഒരു പ്രത്യേക ബഹുമാനം തോന്നിയിട്ടാണ് പോയത്. എന്നിട്ട് പോലും തന്നെ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യം അവിടെ ഉണ്ടായെന്ന് പറയുന്നു. അത് കണ്ടിട്ടും കാണാതെ പോലെ ഇരിക്കുകയാണോ എന്നൊരു സംശയം അവിടെ അഗസ്ത്യ മഹർഷിക്ക് ഉണ്ടായില്ല. ഉടനെ അവിടെ അദ്ദേഹം ഒരു ശാപം നൽകുകയാണ്.
ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്. എന്താണത്? സ്തംഭിച്ചങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരു ആനയെപ്പോലെ ആവട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. അത് ശാപം ഉടനെ നടപ്പിലായി. ഒരാനയുടെ രൂപത്തിലേക്ക് ധ്യാനിച്ചിരിക്കുന്ന ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് മാറി എന്നാണ് പറയുന്നത്. അത് ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശാപമോ വ്യക്തിയോ ഒന്നും ഇവിടെ പ്രശ്നമല്ല, ആ ലയനാവസ്ഥയാണ്. പക്ഷേ ശാപത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്തുണ്ടായി? ഒരാനയുടെ രൂപം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത് ശ്ലോകം 3. ദുഗ്ധാംബോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂതഭോയം വശാവി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശൈത്യാം തുൽബത്താനാം കുത്രനോത്കർഷലാഭ. ശ്ലോകത്തിൽ യൂഥഭഃ അയം വശാവി സഹ ദുഗ്ധാംഭോ ധേ മധ്യഭാജിത്രികൂടെ ശൈലേ ക്രീഡൻ. ഗജേന്ദ്രനായ രാജാവ് പിടിയാനകളോടുകൂടി പാൽക്കടലിൻ്റെ മധ്യത്തിലുള്ള ത്രികൂടപർവ്വതത്തിൽ വിനോദത്തിൽ ഏർപ്പെട്ടു. ശക്ത്യാ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ഠ. തൻ്റെ ശരീരബലത്താൽ ഗജേന്ദ്രൻ മറ്റു ജന്തുക്കളെയെല്ലാം അപ്രസക്തമാക്കി. ത്വദ്ഭക്താനാം കുത്രന ഉത്കർഷലാഭ. അങ്ങയുടെ ഭക്തന്മാർക്ക് എങ്ങനെയാണ് അഭിവൃദ്ധിക്ക് കുറവ് വരുന്നത്? ഈ ശാപം ഉടനെ എഫക്റ്റീവായി. അദ്ദേഹം ആനയായി മാറി. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ഒരു ആനയുടെ സ്വഭാവത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ഉടനെ തന്നെ തൻ്റെ കൂടെ ധാരാളം പിടിയാനകളും ഒക്കെ വന്നു, മറ്റു കൊമ്പനാനകളും ഒക്കെ ഉണ്ട്. ആനകളോടൊപ്പം ത്രികൂടപർവ്വതത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ആനകൾക്ക് എപ്പോഴും കാട്ടിലാണല്ലോ താമസവും, അതുപോലെ അവിടെയാണ് അവരുടെ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടാവുക. കൂടെ ധാരാളം ആനകൾ പിന്തുടർന്നു. അദ്ദേഹം അവരുടെയൊക്കെ നേതാവായി, ഗജേന്ദ്രനായി. അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടു വരുന്നത്, ഗജേന്ദ്രനാണ്. തൻ്റെ ശരീരബലം കൊണ്ട് മറ്റു മൃഗങ്ങളൊക്കെ പേടിച്ചങ്ങോട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് ശാപം കിട്ടിയാലും ആനയാവട്ടെ എന്ന് പറഞ്ഞാലും ആനയിലെ ആനക്കൂട്ടങ്ങളുടെ രാജാവായി എന്നാണ് പറയുന്നത്. അതാണ് ഭഗവത് ഭക്തന്മാർക്ക് എവിടെയായാലും ഒരു ഉന്നതി ഉണ്ടാവും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ആനയുടെ ആ രൂപം കൂടി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട്. അടുത്തത് ശ്ലോകം 4. സ്വേന സ്തേംനാ ദിവ്യദേശത്വശക്ത്യ സോയം ഗേദാന പ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമദാന്തസരസ്യാം യൂദേ സാർദ്ധം ത്വത്പ്രണുന്നോ വിരേമേ. സഹ അയം സ്വേന സ്തേംന ദിവ്യദേശത്വശക്തിയ ഖേദാൻ അപ്രജാൻ. ഗജേന്ദ്രൻ തൻ്റെ ശക്തി കൊണ്ടും പുണ്യദേശത്തിൻ്റെ മഹത്വം കൊണ്ടും ദുഃഖരഹിതനായി കഴിയുമ്പോൾ കഥാചിത് ഘർമദാന്ത ശൈലപ്രാന്തേ സരസ്യം. ഒരു ദിവസം വേനൽച്ചൂടിൻ്റെ കാഠിന്യത്താൽ ക്ഷീണിച്ചവശനായി പർവ്വത പാർശ്വത്തിലുള്ള താമരപ്പൊയ്കയിൽ ത്വത് പ്രണുന്നയൂഥൈ സാർദ്ധം അഭിരേമേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ പ്രേരണയാൽ തടാകത്തിലിറങ്ങിച്ചെന്ന് കൂട്ടുകാരായ ആനകളും കൂടി കളിച്ച് രസിച്ചു എന്നാണ്. അങ്ങനെ ബഹുദൂരം ഇങ്ങനെ കൂട്ടത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗജേന്ദ്രനാണല്ലോ, മറ്റ് ആനകളെക്കാളൊക്കെ നല്ല ബലമുണ്ട്. അപ്പോൾ ഒന്നിനെയും പേടിക്കാനില്ല. ആ ഒരു അഹങ്കാരത്തോടു കൂടിയാണ് ഗജേന്ദ്രൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ആ ഒരു എന്താ പറയുക, ആനയാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അങ്ങനെ സുഖിക്കുകയാണ്. അദ്ദേഹത്തിന് ദുഃഖമൊന്നും ഉണ്ടായില്ല. ഒരിക്കലും എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം പോകുന്ന സമയത്ത് നല്ല വേനൽ കാലമാണ്, നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് ക്ഷീണിച്ചു ഗജേന്ദ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദാഹം വന്നു. ആ ദാഹം തീർക്കാനായിട്ട് അവിടെ ഒരു താമരപ്പൊയ്ക കണ്ടു. ആ പൊയ്കയിലിറങ്ങി തൻ്റെ മറ്റ് ആനകളോടൊപ്പം കളിച്ച് ഉല്ലസിച്ചതിന് ശേഷം അവിടെ വെള്ളം കുടിക്കാനുള്ള താല്പര്യം കൂടി കാണിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ ചെന്ന് താമരപ്പൊയ്കയിൽ ചെല്ലാനും അവിടെ മറ്റാനകളോടുകൂടി ലീലകളാടാനുമൊക്കെ തോന്നിപ്പിച്ചത് അങ്ങല്ലേ ഗുരുവായൂരപ്പ എന്ന് ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഭക്തസംരക്ഷണം എങ്ങനെ നടത്തണമെന്ന് ഭഗവാനോളം മറ്റാർക്കാണ് അറിയുക. ഒരു ഭക്തൻ
താൻ ഇഷ്ടപ്പെട്ട ഭക്തൻ എന്ത് ചെയ്യുമ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണെന്ന് മനസ്സിലാക്കേണ്ടത്. അവൻ എന്തെങ്കിലും പൂർവ്വജന്മ കർമ്മ ഫലത്താൽ വിഷം അനുഭവിക്കുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഫലം വിഷമകരമാണെങ്കിലും അത് അത്രത്തോളം വിഷമമില്ലാത്ത രൂപത്തിൽ അത് അനുഭവിപ്പിച്ച് തീർക്കുക എന്ന കാര്യത്തിൽ ഭഗവാന്റെ സഹായം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് ഭഗവത് ഭക്തി എപ്പോഴും ആവശ്യമാണ്. കർമ്മഫലം നമ്മൾ അനുഭവിക്കണം, യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ചെയ്തതല്ല, നമ്മൾ അനുഭവിക്കണം. ഈ ജന്മം അങ്ങനെ നമുക്ക് കിട്ടുന്നത്. അച്ഛനമ്മമാർ നമ്മൾക്ക് ജന്മം നൽകി, പക്ഷേ നമ്മുടെ പൂർവ്വജന്മ പാപ പുണ്യങ്ങളോടുകൂടിയ അച്ഛൻ്റെ ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും. അതിന് അച്ഛനമ്മമാരെയോ മറ്റുള്ളവരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഭക്തി മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വിഷമങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ആ ഫലമുണ്ടല്ലോ, തീവ്രമായിരിക്കുമല്ലോ, അത് നമുക്ക് അങ്ങനെ വലിയൊരു വിഷമില്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ട്? ഭഗവാൻ എപ്പോഴും അത്തരം ഭക്തന്മാരുടെ സംരക്ഷണം നടത്തുന്നത് കൊണ്ട്. ഇത് ഭക്തന്മാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ശ്ലോകം 5. ഊഹു താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോഷി സുഖാനാം. താവത് ദേവലസ്യ ശാപാത് ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാനഃ ഹൂ ഹൂ അഭി. ആ കാലത്ത് ദേവലമുനിയുടെ ശാപത്താൽ മുതലയായി തീർന്ന ഹൂ ഹൂ എന്നു പേരുള്ള ഗന്ധർവൻ തടാകത്തിലുണ്ടായിരുന്നു. വലിയൊരു മുതല. ഏനം ഹസ്തിനം പാദദേശേ ജഗ്രാഹ. ഗജേന്ദ്രൻ്റെ കാലിൽ പിടികൂടി. ത്വം ശാന്ത്യർത്ഥം ഹി സ്വകാനാം ശാന്തിദഃ അസി. അങ്ങ് ശാന്തി നൽകുവാനായിട്ടാണല്ലോ സ്വന്തം ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്നവനായി തീരുന്നത് അല്ലേ ഗുരുവായൂരപ്പ എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ്. അവിടെ ആ തടാകത്തിൽ ഒരു മുതലയുണ്ട്. ആ മുതല ആരായിരുന്നു? പൂർവ്വജന്മത്തിൽ ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവൻ ശാപം മൂലം എന്ത് പറ്റി എന്ന് വെച്ചാൽ, ഒരു ദേവലൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ ശാപം കാരണം എന്തായി? വലിയ ഒരു മുതലയായി മാറി എന്നാണ് പറയുന്നത്. ആ ഒരു തെറ്റാണ്, പല തെറ്റുകളും ചെയ്തൊരു ഗന്ധർവനായിരുന്നു. അതുകൊണ്ടാണ് ആ ശാപം കിട്ടിയത്. അങ്ങനെ അവിടെ മുതലയായിട്ട് അങ്ങനെ താമസിക്കുകയാണ്. അറിവില്ലായ്മ മൂലം സംഭവിച്ചതാണെന്ന് പശ്ചാത്താപ പരവശനായി ഗന്ധർവൻ ഋഷിയോട് പറഞ്ഞപ്പോൾ ഭഗവാന്റെ കരസ്പർശത്താൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് ദേവല ഋഷി പറഞ്ഞു. അറിയാതെ തെറ്റ് ചെയ്തു പോയി. കാരണം ഈ പാവനമായ പുണ്യ നദികളിലൊന്നും നമ്മൾ ജലക്രീഡയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. തീർത്ഥസ്ഥാനങ്ങളിൽ, അതുപോലെ തന്നെ തീർത്ഥക്കുളങ്ങളിലൊന്നും നമ്മൾ നീന്തിക്കളിക്കാനോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതുപോലെ സ്ത്രീകളോടൊപ്പം ജലക്രീഡ നടത്തുകയായിരുന്നു. അത് വലിയൊരു തെറ്റാണ്. അപ്പോൾ അതാണ് ഋഷി ശപിച്ചത്. പിന്നീട് ആ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ചപ്പോൾ ശാപമോക്ഷം നൽകി ഭഗവാൻ തന്നെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ പരിവാരങ്ങളോടൊപ്പം താമരപ്പൊയിലിറങ്ങി കളിച്ച് രസിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ മുതല കാലിൽ കടന്ന് പിടിച്ചത് എന്നാണ് പറയുന്നത്. അത് പിടിച്ച ആ പിടി വിടുന്നില്ല, അത്രയും ശക്തമായിട്ടത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമസ്തേ.